നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് P salary is 20% lower than Q salary, which is 20% lower than R salary. By how much percentage is R salary more than P salary എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ നമുക്ക് റിവേഴ്സ് ആയിട്ട് പോവാം. അപ്പം നമ്മൾ ആറിൻ്റെ സാലറി 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ക്യൂവിൻ്റെ സാലറി എത്രയായിരിക്കും? ആറിൻ്റെ സാലറി എന്ന് പറയുന്ന ക്യൂവിൻ്റെ സാലറി പറയുന്നത് ആറിനേക്കാളും 20% ലോവർ ആണെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? 100ന്ന് ഒരു 100ൻ്റെ 20% മൈനസ് ചെയ്യാം. സോ 20/100 into 100. So this will become ₹80. ആറിൻ്റെ സാലറി 100 ആണെങ്കിൽ ക്യൂവിൻ്റെ സാലറി ₹80 ആയിരിക്കും. ഓക്കെ, അതേപോലെ നമുക്ക് പിയുടെയും കൂടി കൺസിഡർ ചെയ്യാം. സോ ക്യൂയുടെ സാലറിൻ്റെ 20% ലോവർ ആണ് എന്ത്? പിയുടെ സാലറിയും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? പി സാലറി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ സാലറിയിൽ നിന്ന് 20% മൈനസ് ചെയ്താൽ. സോ 20/100 into 80. ഇവിടെ നമുക്ക് ക്യൂവിൻ്റെ സാലറി 80 ആയിട്ടാണ് കിട്ടിയത്. സോ ക്യാൻസൽ ചെയ്യുമ്പം so this will become 80 minus 16 എന്ന് വരും. സോ 80 minus 16 is 64. സോ പിയുടെ സാലറി നമുക്ക് 64 ആണ് കിട്ടിയത്. ഇനി ഇതിൽ പിയുടെ സാലറി ആരുടെ സാലറിയും തമ്മിലുള്ള കമ്പാരിസണാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആറിൻ്റെ സാലറി മൈനസ് പിയുടെ സാലറി എത്രയാണെന്ന് നമുക്കറിയേണ്ടത്. അല്ലെങ്കിൽ ആറിൻ്റെയും പിൻ്റെയും സാലറി തമ്മിലുള്ള കമ്പാരിസണാണ് വേണ്ടത്. സോ this will be equal to 100 minus 64 by 64 into 100. ഓക്കെ, സോ ഇതിൽ പെർസെൻറ്റേജിൽ തന്നെ വേണ്ടതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി 100 minus 64 is 36 and 36 by 64 into 100. This will become 56.25%. When we divide it, we will get 56.25, which is option number B.